ഈ റിസൾട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ പെയിൻ എനിക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട്. ബട്ട് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണ ഉണ്ടായത്. അതിന് പല റീസൺസും കാണും. പക്ഷേ ഇത് അക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല. ആൻഡ് ഐ ക്യാൻ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യും. നിങ്ങൾ തന്നെ ഒരുപാട് ഡൗട്ട് അടിക്കുന്നൊരു സമയമാണ്. എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ പഠിച്ചു എന്നാലും പാസ്സാകാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറേ കഷ്ടപ്പെട്ടു എന്നാലും എനിക്ക് റിസൾട്ട് വന്നിട്ടില്ല. പേരൻസ് ചില വീട്ടിൽ ചിലപ്പം നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെയും ക്വസ്റ്റ്യൻ ചെയ്യുമായിരിക്കാം. ചിലപ്പോൾ സൊസൈറ്റി നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുമായിരിക്കാം. ചിലപ്പോൾ നീ ഒരു റാങ്ക് ഹോൾഡർ ആയിരിക്കാം, ബെസ്റ്റ് സ്റ്റുഡൻറ് ആയിരിക്കാം പണ്ട്. പക്ഷേ CA ഫൗണ്ടേഷൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതിയ സമയത്ത് നിന്നെ കാത്തിരുന്നത് അൺസക്സസ്ഫുൾ എന്ന് പറഞ്ഞ റിസൾട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും CA എന്തുകൊണ്ട് എടുത്തു എന്നുള്ള ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കണം. യു ഹാവ് ടു ആസ്ക് യുവർസെൽഫ്, ഹൗ പാഷനേറ്റ് ആർ യു അബൌട്ട് CA? നിങ്ങൾക്ക് 2 അക്ഷരം വേണം, പക്ഷെ അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ജീവിതത്തിൽ എപ്പോഴും സക്സസ് മാത്രമല്ല, ചില സമയത്ത് നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നെക്സ്റ്റ് ഫേസ് ഓഫ് യുവർ ലൈഫ്. സാറിന് ഇതൊക്കെ പറയാം, കാരണം ഇത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. സാറിന് ഞങ്ങളുടെ വേദന മനസ്സിലാകത്തില്ല. ഇല്ലടാ, എനിക്ക് ആക്ച്വലി നിങ്ങളുടെ വേദന മനസ്സിലാവും. കാരണം കുറച്ച് വർഷം പുറകിൽ ഞാനൊരു ഫംഗ്ഷൻ പോയപ്പോഴത്തേക്ക് ഒരു കൊച്ചു എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അച്ഛാ, വൈ ഡു യു തിങ്ക് മൈ ഫാമിലി കൺസിഡേഴ്സ് യു ആസ് ആൻ എക്സാമ്പിൾ ഫോർ ഫെയിലിയർ? പെട്ടെന്ന് ആ കൊച്ചിന്റെ വായനത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ അങ്ങനെ പറഞ്ഞെന്നുള്ളത്? അപ്പോൾ പറഞ്ഞു, ഞാൻ സയൻസ് എടുത്തു, അവിടെ ഒന്നും ആവാൻ പറ്റാത്തത് കൊണ്ട് അച്ഛൻ അത് നിർത്തിയിട്ട് പോകുന്നു. സോ അവിടെ ഞാനൊരു ഫെയിലിയറാണ്. ഞാൻ CAക്ക് വന്നു, അതും പാസ്സാകാൻ പറ്റുന്നില്ല. അവിടെയും ലോകത്തിന്റെ ഫ്രണ്ട് ഞാൻ വലിയൊരു തോൽവിയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ മറുപടി ഒന്നുമില്ല. ഞാൻ ആക്ച്വലി തകർന്നു പോയി. കാരണം ഒരു കൊച്ചിന്റെ മനസ്സിൽ എന്നെ പറ്റിയിട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു എക്സാമ്പിളാണ് പോയി പതിഞ്ഞേക്കുന്നത്. അന്ന് കൊടുക്കാൻ മറുപടി ഇല്ലാത്ത വന്നപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, തിരിച്ചുള്ള മറുപടി കൊടുക്കേണ്ടത് വാക്കുകളോടല്ല, പകരം അതിൻ്റെ റിസൾട്ടിലൂടെയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തു. ഭയങ്കര വാശിയായിരുന്നു എനിക്ക്. ഈ 2 അക്ഷരം കൊണ്ടല്ലാതെ ഞാൻ നിർത്തിയില്ലെന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ 8 വർഷത്തെ ജീവിതത്തിനകത്ത് ആ 2 അക്ഷരം നേടുമ്പോൾ ഐ ക്യാൻ പ്രൗഡ്ലി സേ ഐ ആം CA. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യമേ ഇരുന്ന് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമം അക്സെപ്റ്റ് ചെയ്യാന്നുള്ള. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ഈസി. ബിക്കോസ് ഈ വേൾഡ് വർക്ക് ചെയ്യുന്ന വളരെ ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ്. ജയിക്കുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തൊരു സ്ഥാനം. അതല്ല, നമ്മളെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയ എഫേർട്ട് നിങ്ങൾക്ക് തരണമെന്നുണ്ട്. എല്ലാവർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഈ ഒരു സമയത്ത് ആദ്യമേ വേണ്ടത് നിങ്ങളുടെ വിഷമം മാറ്റിയെടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് പേരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് സംസാരിക്കുക. നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഇതൊക്കെ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആരും ഇല്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരാം. വി ആർ ലോജിക്, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഒരു വേദനയിൽ കൂടെ നിൽക്കാനായിട്ട്. പക്ഷെ ഒരു ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരാൻ പറ്റും, നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങൾക്ക് തരാൻ പറ്റും. നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കണോ? ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഞങ്ങളുടെ ടീം റെഡിയാണ് നിങ്ങളോട് മിണ്ടാൻ വേണ്ടിയിട്ട്. ഇനി അല്ല, നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണണം, നേരിട്ട് വന്ന് സംസാരിക്കണം. ഫീൽ ഫ്രീ ടു കം. ദ ഡോർസ് ഓഫ് ലോജിക് വിൽ ബി ഓൾവേസ് ഓപ്പൺ ഫോർ യു. നമ്മൾ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലടാ. നമ്മളൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഇത് കൊണ്ടേ വരാൻ പാടുള്ളൂ. സോ ഫസ്റ്റ് accept that and then let's fight back. See you all.